എല്ലാ പ്രേക്ഷകർക്കും യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. യൂത്ത് ഗൈഡിലേക്ക് സ്വാഗതം. കുടുംബം ആരംഭിച്ചത് മുതലുള്ള ചർച്ചാ വിഷയമാണ് അമ്മായിയമ്മയും മരുമകളും. ഇന്നത്തെ നമ്മുടെ വിഷയവും അതുതന്നെ. നമ്മോട് സംസാരിക്കുന്നതിനായി പ്രശസ്ത കൗൺസിലറായ ശ്രീമതി ഗ്രേസ് ലാൽ നമ്മോടൊപ്പം ഉണ്ട്. മാഡത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. മാഡം സ്വാഗതം. പണ്ടത്തെ അമ്മായിയമ്മയും മരുമകളും തമ്മിലുള്ള ബന്ധങ്ങളും പോരുകളും ഒക്കെ നമുക്കറിയാം. ഇന്ന് ന്യൂ ജനറേഷൻ അമ്മായിയമ്മമാരും മരുമകളും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്? കുറച്ചും കൂടെ വ്യത്യസ്തമാണോ? എന്താണ് മാഡത്തിൻ്റെ? വ്യത്യസ്തതയുണ്ട്. അതായത് ഒരു 2000-ന് മുന്നേ വരെ എൻ്റെ ക്ലിനിക്കിൽ വന്നിരുന്ന കേസുകളിൽ ഭീകരരൂപിയായ ഒരു അമ്മായിയമ്മ, അതിൻ്റെ മുന്നിൽ കുഞ്ഞാടിനെ പോലെ നിന്നിരുന്ന ഒരു മരുമകൾ, അതൊരു പഴയ കൺസെപ്റ്റായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് നേരെ തിരിച്ചാണ് വരുന്നത്. ഭീകരരൂപിയായ മരുമകൾ, അതിൻ്റെ മുന്നിൽ കുഞ്ഞാടായ അമ്മായിമ്മ തിരിഞ്ഞു പോയി എന്നുള്ളതാണ്. കാരണം ഈ അമ്മായിയമ്മ മരുമകൾ കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഹിന്ദു കൾച്ചറിൽ വരുന്നതാണ്. അമ്മാവി അമ്മ, അതായത് അന്ന് ഈ മരുമക്കത്തായൊക്കെ നിലവിലുള്ളപ്പോൾ അമ്മാവിൻ്റെ മകളെ കല്യാണം കഴിക്കുന്ന രീതി. അപ്പോൾ അമ്മാവിൻ്റെ ഭാര്യ അമ്മായി, അമ്മായി അമ്മയായിട്ട് വരുന്നു. അങ്ങനെ ഒരു കൺസെപ്റ്റാണ് ഈ അമ്മായി അമ്മ എന്ന് പറയുന്ന ഭാഗം. പക്ഷേ പണ്ട് നമ്മുടെ ഫാമിലി സിസ്റ്റത്തിൽ എപ്പോഴും ഇങ്ങനെ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ നിർവഹിച്ചിരുന്ന ഒരമ്മ. ഒത്തിരി മക്കളില്ലേ, മക്കളും മരുമക്കളും അടങ്ങുന്ന ഒരു വലിയ കുടുംബത്തിൽ ധാരാളിത്തം ഒന്നും പറ്റത്തില്ലാത്തതുകൊണ്ട് ഒരാളുടെ കയ്യിൽ ആ നിയന്ത്രണം വേണമായിരുന്നു. അപ്പോൾ ആ നിയന്ത്രണം ഏറ്റെടുത്ത് എല്ലാവരെയും നിയന്ത്രിച്ച് ടൈം മാനേജ്മെൻ്റ് ഒക്കെ കൊടുത്തു കൊണ്ടുപോയ ആള് അവരിത്തിരി സ്ട്രിക്റ്റ് ആയിട്ട് വരുമ്പോൾ അവരൊരു ഭീകരരൂപിയായ അമ്മയായിട്ട് വന്നു. അന്നത് ആ ഒരു സാഹചര്യങ്ങൾ അതായിരുന്നു. ജോലിയൊക്കെ ഷെയർ ചെയ്തൊക്കെ കൊണ്ടുപോകണം, ഒരാൾ തന്നെ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. മക്കളുടെ എണ്ണം കുറഞ്ഞു, 1-2 മക്കൾ, ഒരാണ് ഒരു പെണ്ണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് മക്കള് അമ്മയെക്കാൾ എഡ്യൂക്കേഷൻ ഉള്ളവരായി, വരുമാനമുള്ളവരായി, പിന്നെ ജോലിക്കും മറ്റുമായിട്ട് അവർ തിരക്കിട്ട് രാവിലെ ഇറങ്ങുന്നു, രാത്രി വരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് കുറച്ചും കൂടി അമ്മയെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്ന ഒരു കൺസെപ്റ്റ് വന്നു. പിന്നെ വേറെ എനിക്ക് തോന്നുന്നത്, നമ്മളിപ്പോൾ ഒരു സീരിയലിലായാലും സിനിമയിലായാലും എപ്പോഴും നമ്മൾ കാണുന്നത് ഒരു അമ്മായിമ്മ എന്ന് പറയുന്നത് എന്തോ നമ്മളിപ്പോൾ ഒരു മകന് കല്യാണം ആലോചിക്കുമ്പോഴും ആർക്കായാലും കല്യാണം ആലോചിക്കുമ്പോൾ അവിടെ പോയി ആദ്യം നോക്കുന്ന അമ്മയാണ്. ആ സ്ത്രീ എങ്ങനെയുണ്ട്, അവരെങ്ങനെയുണ്ട്, അവരുടെ സംസാരം എങ്ങനെയുണ്ട്, അവരുടെ പെരുമാറ്റം എങ്ങനെയുണ്ട്, അവരുടെ കൂടെ നിൽക്കാൻ പറ്റുമോ, ഇതാണ് എല്ലാവരും ആദ്യം ആലോചിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്കൊന്നും അങ്ങനെ പൊതുവിൽ ഈ അമ്മായിയമ്മ എന്ന് പറയുന്ന ഒരു ഭീകരരൂപിയായിട്ട് അങ്ങനെ കൽപ്പിച്ചു വെച്ചതാന്ന് തോന്നുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയാണെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. നല്ല അമ്മായിയമ്മമാരെയും നല്ല മരുമക്കളെയും ധാരാളം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ ഈ ദൂരെയൊക്കെ ജോലിക്കായിട്ട് പോകുമ്പോൾ ഈ അമ്മമാരെ ഇവിടുന്ന് കൊണ്ടുപോയി മക്കളെ വളർത്തി കൊടുക്കുന്ന അങ്ങനെ ഒരു മക്കളെ, അതായത് കൊച്ചുമക്കളെ വളർത്താനുള്ള ഒരു ഉപകരണമായിട്ട് അമ്മായിമ്മമാർ മാറാറുണ്ട്. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഇപ്പം അമ്മായിമ്മയും ജോലി ചെയ്യുന്നു, മരുമകളും ജോലി ചെയ്യുന്നു, അങ്ങനെയുള്ള കുടുംബങ്ങളും ഉണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഈ ഒരു പേടി സ്വപ്നമായിട്ട് മാറുന്നത്? അതെനിക്ക് മനസ്സിലാവുന്നിടത്തോളം മകനെ പാടുപെട്ട് വളർത്തി വലുതാക്കി. അപ്പം അവൻ്റെ കൊച്ചിലെ മുതലുള്ള ഓരോ കാര്യങ്ങളുണ്ട്. എഡ്യൂക്കേഷനുണ്ട്, അവൻ്റെ ജോലിക്ക് വേണ്ടിയുള്ള അമ്മയുടെ പ്രാർത്ഥനകളും നോയമ്പുകളും നൊവേനകളും എല്ലാം ചൊല്ലി അവനെ നല്ലൊരു ജോലിയിലാക്കി അവനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുക. കിട്ടാവുന്നതിൽ ഏറ്റവും നല്ലതിനെ കൊണ്ടാണ് അവർ കെട്ടിക്കുന്നത്. ഇവിടെ ആരും മോശമായതിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാറില്ല. ഏറ്റവും ബെസ്റ്റിനെ കൊണ്ടാണ് നമ്മൾ കല്യാണം കഴിപ്പിക്കുന്നത്. പക്ഷെ കല്യാണം കഴിപ്പിച്ച് വീട്ടിൽ വന്നു കഴിയുമ്പോൾ ഈ അമ്മമാർക്കൊരു പ്രശ്നം ഉണ്ടാകുന്നത്, ഒന്ന് അമ്മയുടെ ഒരു മെനോപോസിൻ്റെ ഒരു അവസ്ഥയാണ്. അപ്പോൾ അവർ പാടുപെട്ടി വളർത്തിയ എൻ്റെ മകൻ എന്നിൽ നിന്ന് അകന്നു പോകുന്നു എന്നൊരു തോന്നൽ അവർക്കുണ്ടാവും. ഓട്ടോമാറ്റിക്കലി അതെല്ലാം അമ്മമാർക്കും ഉണ്ടാവും. അതായത് അമ്മയെന്ന് വിളിച്ച് കയറി വന്നിരുന്ന മോന് പിറ്റേ ദിവസം തൊട്ട് ഭാര്യയെ വിളിച്ചുകൊണ്ട് കയറി വരുന്നു. അമ്മ വിളമ്പിക്കൊടുത്ത് ആഹാരം കഴിച്ച മകന് പിറ്റേ ദിവസം വേറൊരാൾ വിളമ്പി കൊടുക്കാനാകുന്നു. അവൻ്റെ തുണി അമ്മ കഴുകി കൊടുത്തിരുന്നതാണ്, ഇപ്പോൾ വേറൊരാൾ കഴുകി കൊടുക്കാനായി. അപ്പോൾ ഈ അമ്മയ്ക്കൊരു വിഷമമുണ്ട്, എന്നിൽ നിന്ന് അവൻ അകന്നു പോകുന്നു. അപ്പോൾ ഈ അമ്മ ഓർക്കുന്നത് എൻ്റെ മകൻ്റെ സ്നേഹം എന്നിൽ നിന്നും തട്ടിയെടുത്ത ഒരുത്തി വന്നിരിക്കുകയാണ്. ഓട്ടോമാറ്റിക്കായിട്ട് ഒരു കുശുമുണ്ടാകുന്നുണ്ട്. ഇനി മകൾക്കുണ്ടാകുന്ന പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ, അതുവരെ ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്ന അമ്മ ഇതിനിടയിൽ കിടക്കും. ചിലപ്പോൾ ഒരു ചായ എടുത്ത് കൊടുത്തെന്നിരിക്കും, അല്ലെ മകൻ ഇഷ്ടം ഇതാന്ന് പറഞ്ഞെന്നിരിക്കും,
അല്ലെ ചിലപ്പോൾ മകനും മകളും പുറത്ത് പോയിച്ച് വരുമ്പോൾ ഇപ്പം ചെമ്മീനൊക്കെ ഒന്ന് ഒലത്തി വെക്കുന്നത്, എൻ്റെ മോന് ചെമ്മീൻ ഇഷ്ടമാണെന്ന് പറഞ്ഞ് അമ്മയൊന്ന് വിളമ്പി കൊടുത്തുന്നിരിക്കും. അപ്പോൾ ഈ മകൾക്ക് ഓട്ടോമാറ്റിക്കായി ഇവരോടൊരു ദേഷ്യം വരും. എനിക്കറിയാലോ എൻ്റെ ഭർത്താവിൻ്റെ കാര്യം നോക്കാൻ, ഇതിന് ഈ തള്ള ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ ഇടപെടുന്നത്. ഇപ്പോഴത്തെ ഒരു പ്രശ്നം അതാണ്, അമ്മ എല്ലാ കാര്യത്തിലും ഇടപെടുന്നു എന്നുള്ളത് പല മക്കളുടെയും ഒരു പ്രശ്നമായിട്ട് എനിക്ക് കൗൺസിലിങ്ങിൽ എത്തുന്ന ഒരു കേസുകളിൽ ഞാൻ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണത്. നമുക്കൊരു കത്ത് വായിക്കാം. ഞാനൊരു ഹൈസ്കൂൾ ടീച്ചറാണ്. ഭർത്താവും കുട്ടികളും ഭർത്താവിൻ്റെ മാതാപിതാക്കളും അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. വിവാഹം കഴിഞ്ഞിട്ട് 15 വർഷമായി. പക്ഷേ ഇപ്പോഴും ഭർത്താവ് അപ്പനും അമ്മയും പറയുന്നത് പോലെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അമ്മച്ചിയാണെങ്കിൽ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെടും. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ അവരെ സ്നേഹിക്കാനും കഴിയുന്നില്ല. കോഴിക്കോട് നിന്ന് തന്നെയുള്ള ഒരു കത്താണ്. അതെ, ഈ കത്തിനകത്തുള്ള ഒരു കുഴപ്പം, ഭർത്താവ് എല്ലാ കാര്യങ്ങളും അമ്മയോട് ചോദിച്ച് ചെയ്യുന്നു, അല്ലെ അമ്മയായിട്ട് കൂടുതലൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ട് ഭർത്താവിനെന്നുള്ളതാണ്. പക്ഷേ അതിപ്പോൾ എന്തായാലും മക്കളല്ലേ, മക്കൾക്ക് അമ്മമാരോട് അറ്റാച്ച്മെൻ്റ് ഉണ്ടാവും. ഇപ്പം ഈ പറയുന്ന പെൺകുട്ടിക്ക് അവളുടെ അമ്മയോട് ഇതേ അറ്റാച്ച്മെൻറ്റ് കാണും. ഇവിടെ നടക്കുന്ന ഓരോ സംഭവങ്ങളും അപ്പോഴപ്പോഴും അവളുടെ വീട്ടിലെത്തിക്കുന്നുണ്ടാവും. പക്ഷെ ആ സ്നേഹം അവൾ മറച്ചു വയ്ക്കുന്നു, അല്ലെങ്കിൽ അവൾ മനഃപൂർവ്വം അത് ശ്രദ്ധിക്കുന്നില്ല. അപ്പം ഇവിടെ അമ്മയും മകനും തമ്മിൽ സംസാരിക്കുമ്പോൾ, അല്ലെ അമ്മ മകനുമായിട്ടൊരു നല്ല ബന്ധം ഉണ്ടാകുന്നതിൽ എന്താ ഇത്ര തെറ്റ്, എനിക്കത് മനസ്സിലാവത്തില്ലാത്തൊരു കാര്യമാണ്. കാരണം ഞാൻ ചോദിക്കുന്ന, ഈ ലോകത്തിൽ ഒരു മകനെ സ്നേഹം പഠിപ്പിക്കുന്ന ആരാ? സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന അമ്മയാണ്. ആ അമ്മയെ മകൻ സ്നേഹിക്കുന്നില്ലെങ്കിൽ ആ മകൻ ഈ ലോകത്തിൽ ആരെങ്കിലും സ്നേഹിക്കാൻ പറ്റുമോ? ഞാൻ പിള്ളേരോട് പറയുന്നൊരു കാര്യമുണ്ട്, സ്വന്തം അമ്മയെ സ്നേഹിക്കാത്ത ഒരുത്തിന് ഭാര്യയെ സ്നേഹിക്കാനാവില്ല. അതെങ്ങനെ പറ്റുന്നു നമുക്ക്? ഈ ഭാര്യ എന്ന് പറയുന്ന സാധനം ഇന്നലെ ഇങ്ങോട്ട് വന്ന, അതിനു മുമ്പ് 10 28 വർഷം ഇവൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിയതല്ല അമ്മ. അമ്മയെ സ്നേഹിക്കുന്നത് കൊണ്ട് ഈ സ്ത്രീ വിഷമിക്കേണ്ട കാര്യമില്ല. പക്ഷെ അതിനേക്കാൾ വലിയ സ്നേഹം ഈ അമ്മയോട് ഇവർക്ക് എടുക്കാമല്ലോ. എൻ്റെ ഒരു കൺസെപ്റ്റ് അങ്ങനെയാണ്. ഇപ്പം നല്ല അമ്മമാരാണെങ്കിൽ, നമ്മളിൽ ഒരു നല്ല അമ്മ എന്ന് പറയുന്ന ആ ഒരു മാതൃത്വത്തിൻ്റെ നല്ല ഭാവമുണ്ടെങ്കിൽ കയറി വരുന്ന മകളെ സ്വന്തം മകളായിട്ട് സ്വീകരിക്കാൻ പറ്റും. സ്വന്തം മകനേക്കാളേറെ മരുമക്കളെ സ്നേഹിക്കാൻ പറ്റും. പറ്റിയല്ലെന്ന് പറയരുത്, അത് എനിക്കറിയാവുന്ന കാര്യമാണ്. കാരണം എനിക്ക് മക്കളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതിനേക്കാൾ ഏറെ നമുക്ക് പണ്ടത്തെ അമ്മായിയമ്മമാരെന്ന് പറയുന്നത് അവർക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, അവർ പുറത്ത് ജോലിക്ക് പോയിരുന്നില്ല. ഇന്നത്തെ അമ്മായിയമ്മമാർ കുറച്ചും കൂടെ വർക്കിംഗ് എൻവയോൺമെന്റിൽ നിന്ന് വന്നിട്ടുള്ള അമ്മായിയമ്മമാരാണ് പ്രത്യേകിച്ച് ന്യൂ ജനറേഷനിൽ കാണുന്നത്. അവർക്ക് കുറച്ചും കൂടെ കൊളീഗ്സിൻ്റെ ആ ബുദ്ധിമുട്ടുകൾ, ജോലി ചെയ്യുന്ന ഭാര്യമാരുടെ ബുദ്ധിമുട്ടുകൾ ഒക്കെ മനസ്സിലാക്കി കുറച്ചും കൂടെ അവർ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും പറഞ്ഞാൽ രണ്ടുപേരും ഒരേപോലെ തന്നെയാണ്. ഒരാൾ നേരത്തെ വന്നു, ഒരാൾ താമസിച്ചു വന്നു എന്നല്ലേ ഉള്ളൂ. രണ്ടുപേരും 2 കുടുംബങ്ങളിൽ വളർന്നു വന്നവരല്ലേ. ഒരാൾ 10 30 വർഷം മുമ്പേ വന്നു, ഒരാൾ ഇത്തിരി താമസിച്ചു വന്നു. പിന്നെ രണ്ടുപേരും ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പം ജോലി ചെയ്യുന്ന അമ്മമാർക്ക് മരുമക്കളെ മനസ്സിലാക്കാൻ പറ്റും, പെട്ടെന്ന് പറ്റും. പക്ഷെ ഉള്ള ഒരു കുഴപ്പം എന്നാന്നറിയാം, ഇപ്പോഴത്തെ ഒരു മരുമക്കളിൽ നല്ലൊരു ശതമാനം പേരെക്കുറിച്ചും അമ്മായിമ്മമാർ പറയുന്ന ഒരു കുഴപ്പം, നേരം വെളുത്താൽ എഴുന്നേക്കത്തില്ല. അവർ വീട്ടിലെ കാര്യങ്ങൾ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എഴുന്നേൽക്കുക, പെൺകുട്ടികൾ എഴുന്നേൽക്കുക, അടുക്കളയിൽ കയറുക എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു നമുക്ക്. അതാണ് ഒരു വീടിൻ്റെ ഐശ്വര്യം. പക്ഷെ ഇപ്പോൾ ഉള്ളവർ അങ്ങനെയല്ല. ജോലി ചെയ്യുന്ന പെണ്ണാണെങ്കിൽ അല്ലെങ്കിൽ 9 മണിയാകുമ്പോൾ എഴുന്നേറ്റ് വന്ന് പെട്ടെന്ന് പോയി അവൾ ഓഫീസിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ അമ്മയ്ക്ക് ഓട്ടോമാറ്റിക്കലി വിഷമം ഉണ്ടാവും. പിന്നെ രാവിലെ മുതൽ ഈ അമ്മ അടുക്കളയിൽ എല്ലാം ചെയ്ത് മേശപ്പുറത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി എല്ലാം എടുത്തു വെച്ച് കഴിക്കാനായിട്ട് മാത്രം വന്ന് കഴിക്കുന്നതിന് കുറ്റവും കൂടെ പറഞ്ഞിട്ട് മരുമോൾ പോവുകയാണെങ്കിൽ അമ്മയ്ക്ക് വിഷമം ഉണ്ടാകും. അതേസമയം ആ രാവിലെ ഒന്ന് എഴുന്നേറ്റ് കുറച്ച് സമയം അമ്മയുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ ഈ മോക്ക് കിട്ടുന്നുള്ളൂ. അപ്പൊ ആ സമയം അമ്മയുടെ കൂടെ ഒന്ന് സ്പെൻഡ് ചെയ്യണം. എന്താ അമ്മ ഉണ്ടാക്കുന്നത്? അല്ലെ ഞാൻ ഉണ്ടാക്കാം, അല്ലെ അമ്മ അവിടെ നിൽക്കുക, ഞാൻ ചെയ്തു തരാം. കൂടി കൊടുത്താൽ മതി. തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും ഈ മരുമക്കളോട് പറയുന്ന, അമ്മേനെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നാൽ മതി, അവരെല്ലാം ചെയ്തോളൂ. നല്ല അമ്മമാര് പകുതിയും പാവങ്ങളാ, അവരെല്ലാം ചെയ്യാൻ തയ്യാറാ മക്കൾക്ക് വേണ്ടി. പക്ഷെ ആ മകന് വേണ്ടി ചെയ്യുന്ന ഈ മകളും കൂടെ അതങ്ങ് എൻജോയ് ചെയ്യട്ടെ. മകന് വേണ്ടി ഉണ്ടാക്കുമ്പോ അമ്മ എനിക്കൂടെ ചായ ഇട്ടതാ, നല്ല ചായയാ, അമ്മ ഇടുന്നത് എനിക്കിഷ്ടം, അല്ലെ അമ്മ ഉണ്ടാക്കുന്ന കറിയാ എനിക്കിഷ്ടം. അല്ലെങ്കിൽ ഞാൻ ഓഫീസിൽ ടിഫിൻ കൊണ്ടുവന്നപ്പോൾ എല്ലാവരും പറഞ്ഞു നല്ല കറിയായിരുന്നു, ഞാൻ പറഞ്ഞു എൻ്റെ അമ്മ ഉണ്ടാക്കി തന്നതാന്ന്. അപ്പൊ ഈ അമ്മയ്ക്ക് ഒരു ഛേദമില്ലാത്ത ഒരു നല്ല പ്രോത്സാഹനം കൊടുക്കുകയാണ്, അവർ നാളെ ഉണ്ടാക്കി കൊടുക്കും. പക്ഷെ അതിന് പകരം എനിക്ക് അറിയാം ഉണ്ടാക്കാൻ, നിങ്ങൾ ഉണ്ടാക്കണ്ട, അവിടെയാണ് കുഴപ്പം. ഈ തൻ്റെ സ്വഭാവം. ഈ കത്തിലാണെങ്കിൽ നേരെ തിരിച്ചാണ്, അമ്മച്ചി എല്ലാ പ്രശ്നത്തിലും ഇടപെടുന്നു എന്നാണ് മകളുടെ. തീർച്ചയായിട്ടും അത്തരം ധാരാളം കേസുകളുണ്ട്. ഈ അമ്മമാര് വേണ്ടടത്തും വേണ്ടാത്തടത്തും ചെന്ന് ഇടപെടുന്ന കേസുകളുണ്ട്. അത് പാടില്ല. അമ്മമാരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, പിള്ളേരെ അവരെ ജീവിക്കാൻ വിടുക. അവരൊന്ന് ജീവിച്ച് പഠിച്ചു വരട്ടെ. നമ്മളിപ്പോൾ കൊച്ചു പിള്ളേർ നടക്കാൻ തുടങ്ങുമ്പം അവരെ നടക്കാൻ വിടുന്നില്ലെങ്കിൽ അവർ വീഴത്തേ ഉള്ളൂ, അവർക്ക് പേടിയാവും. നടന്ന് വീണ് നടന്ന് അങ്ങനെയാ വരുന്നത്. അപ്പം മകനും മകളും കൂടെ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. അവർ ചിലപ്പോൾ വഴക്ക് പിടിച്ചെന്നിരിക്കും, കരഞ്ഞെന്നിരിക്കും. അവർ കരയുകയോ വഴക്ക് പിടിക്കട്ടെ, അത് ഈ കതകിൻ്റെ മറവിൽ പോയി ഒളിഞ്ഞു നിൽക്കുകയും പിന്നെ ഇതിനകത്തെല്ലാം ഇടപെടുകയും ചെയ്യരുത്. ഇനിയും ചിലപ്പോൾ മകന് വിഷമം വരുമ്പോൾ അവൻ അമ്മയോടായിരിക്കും പറയാനുള്ളത്.
അവൻ അമ്മയോട് പറയട്ടെ, അമ്മ അത് ഉടനെ തന്നെ ഇപ്പുറത്ത് ചെന്ന് ചോദിക്കാൻ പോകണ്ട. പിന്നെ ആമക്കളോട് എനിക്ക് പറയാനുള്ള കാര്യം ഇതാണ്, ആവശ്യമില്ലാത്ത കാര്യങ്ങളിലെല്ലാം അമ്മമാരെ ഇടപെടുത്താതിരിക്കുക. അമ്മമാരെ എല്ലാ കാര്യത്തിലും ഇടപെടുത്തണ്ട, കഴിയുന്നത്ര അവർ തന്നെ അവരുടെ പ്രശ്നങ്ങൾ തീർക്കുക. ഇപ്പം ഇവിടെ അമ്മ ഇടപെടും തോറും മകൾക്ക് അമ്മയോട് വെറുപ്പാണ്. അവിടെയാണ് ആ പ്രശ്നം. അപ്പം അതിൻ്റെ കാരണം മകൻ തന്നെയാണ്. മകൻ ഏറ്റവും പ്രിയപ്പെട്ടത് അമ്മയാണെന്നൊരു തോന്നൽ ഇവളിൽ വരികയാണ്. എൻ്റെ ഭർത്താവിന് ഞാൻ എപ്പോഴും ഒരു സെക്കൻഡ് സ്ഥാനം എനിക്ക് തരുന്നുള്ളൂ. ഭർത്താവ് എപ്പോഴും അമ്മ പറയുന്നത് മാത്രമേ ചെയ്യൂ. എനിക്ക് വന്ന ഒത്തിരി കേസുകളിൽ ഈ ഒത്തിരി അമ്മ മക്കളുണ്ട്, അമ്മയും മാമക്കളും തമ്മിൽ ഒത്തിരി ഇഷ്ടമുള്ളവരുണ്ട്. അവരുടെ ഒരു കുഴപ്പം എന്നാണെന്നറിയാം, കല്യാണം കഴിക്കുന്ന ആദ്യ രാത്രിയിൽ തന്നെ പെണ്ണിനോട് പറയും, എനിക്ക് ഈ ലോകത്തിലേക്ക് വലുത് എൻ്റെ അമ്മയാണ്, എൻ്റെ അമ്മ കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്കെല്ലാം, അതുകൊണ്ട് എൻ്റെ അമ്മേനെ നീ നന്നായിട്ട് നോക്കണം, എൻ്റെ അമ്മയെ നന്നായിട്ട് നോക്കിയാൽ ഞാൻ നിന്നെ സ്നേഹിക്കാം. ഏത് പെണ്ണിനെ ഈ ഭർത്താവിനോട് സ്നേഹം വരുന്നത്? ഒരു പെണ്ണിനെ സ്നേഹം വരത്തില്ല. അപ്പം അവനങ്ങനെ സ്നേഹം ഉണ്ടെങ്കിൽ അത് അവൻ പറയേണ്ട കാര്യമില്ല. നമ്മളെല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഭർത്താവിന് ഏറ്റവും പ്രിയപ്പെട്ട ആൾ ഞാനാണ് അതങ്ങ് പറഞ്ഞാൽ പോരെ. അതെ, നീ എൻ്റെ ജീവിതത്തിൽ നീ ആയിരിക്കും ഇനി എൻ്റെ എല്ലാ കാര്യവും നോക്കേണ്ടത്, നീയാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ അമ്മയെ സ്നേഹിക്കും, അവൾ ഭർത്താവിനെ സ്നേഹിക്കും. ഈ ആൺപിള്ളേർക്കും അറിയത്തില്ല, ചിലർക്ക് വർത്താനം പറയാൻ അറിയത്തില്ല. അമ്മയോട് പറയേണ്ട കാര്യങ്ങൾ അമ്മയോട് പറയുക, തീർച്ചയായിട്ടും ഭാര്യയോട് പറയേണ്ടത് ഭാര്യയോട് അതുപോലെ ഭാര്യ പറഞ്ഞ് തലേണ മന്ത്രമായിട്ടാണെങ്കിലും പല കാര്യങ്ങളും പറയുന്നുണ്ടായിരിക്കും, അതെല്ലാം കൂടെ അമ്മയുടെ ചെവിയിൽ എത്തിക്കാതിരിക്കുക. തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട. ഇതിനകത്തുള്ള ഈ പിന്നെ മരുമക്കള് പണ്ട് തൊട്ടേ കേട്ട് വരുന്ന ഈ അമ്മ എന്ന് പറയുന്നത് കണ്ട് പേടിക്കേണ്ട സാധനമാണെന്നാണല്ലോ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവരൊരു വിമർശന ബുദ്ധിയോടെയോ അല്ലെങ്കിൽ ഒരു നിരീക്ഷണ പാഠത്തോടെയാണ് ഈ അമ്മായിമ്മനെ കാണുന്നത് തന്നെ. അതൊരു വലിയ കുഴപ്പമാണ്. ഞാൻ പറയുന്നത് അങ്ങനെ ചെയ്യാൻ പാടില്ല. സ്വന്തം അമ്മ വഴക്ക് പറയത്തില്ലേ, പക്ഷെ നമ്മൾ പിണങ്ങത്തില്ല. സ്വന്തം അമ്മ തല്ലത്തില്ലേ, സ്വന്തം അമ്മ കുറ്റപ്പെടുത്തത്തില്ലേ. നമ്മളൊരു വൃത്തികെട്ട ഡ്രസ്സ് ഇട്ട് ഇറങ്ങിയാൽ നമ്മുടെ അമ്മ പറയത്തില്ലേ, അതിട്ടോണ്ട് നീ പുറത്ത് പോകണ്ട. പക്ഷെ അത് ആ സ്വന്തം അമ്മയ്ക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം അമ്മായിമ്മയ്ക്കില്ല. ഇവിടെ അവിടെയാണ് കുഴപ്പം. അപ്പം ആ സ്വന്തം അമ്മയെ പോലെ കാണുന്നില്ല എന്നുള്ളതല്ലേ. അപ്പം സ്വന്തം അമ്മയെ പോലെ കാണാൻ മക്കൾ പഠിക്കട്ടെ, അന്നേരം അത്രയും പ്രശ്നം വരുന്നില്ല. കാരണം എത്രയോ അമ്മമാർ വേദനിക്കുന്നുണ്ട് ഇവിടെ, പിന്നെ മക്കളുടെ സ്നേഹം കിട്ടാതെ, അല്ലെ മരുമക്കൾ സംസാരിക്കും. ഒരു വീട്ടിൽ തന്നെ 2 കഞ്ഞിയും കലും അത് ഞാൻ കാണുന്നുണ്ട്. എനിക്ക് വന്ന ഒരു കേസ്, പിന്നെ ഒരു വലിയ ഫാമിലിയാണ് കേരളത്തിലെ, വളരെ പ്രശസ്തമായൊരു ഫാമിലിയാണ്. സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല. 3 കഞ്ഞിയുണ്ട് അവിടെ. അമ്മായിമ്മയ്ക്ക് അടുക്കള, പിന്നെ ഇപ്പം ഈ ഗ്യാസും മറ്റേ സാധനമൊക്കെ ഉണ്ടല്ലോ, അത് കാരണം 2 ആമക്കളും അവരവരുടെ മുറിയിലാണ് അവരവർക്ക് വേണ്ടത് കുക്ക് ചെയ്യുന്നത്. പക്ഷെ ഇവർ ഒരുമിച്ച് ഒരു വണ്ടിയിൽ കയറി പുറത്ത് പോകുന്ന കണ്ടാലുണ്ടല്ലോ, നമ്മൾ അതിശയിക്കും. എത്ര രസമായിരിക്കും ആ ഫാമിലി, എന്ത് സ്നേഹമായിട്ടാണ് പോകുന്നതെന്ന് നമുക്ക് തോന്നും. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇവർ ഒരുമിച്ച് കഴിക്കുന്നില്ല. ഇവർ പറയുന്നത് ഇവർ പ്രാർത്ഥിക്കാൻ പോലും ഒരുമിച്ച് വരുന്നില്ല, അവനവൻ്റെ മുറിയിലിരുന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അവിടെ ഒരു ബന്ധമില്ല, പുറമേ ബന്ധങ്ങളുണ്ട്. അങ്ങനെ ഒത്തിരി വേദനിക്കുന്ന കുടുംബങ്ങളുണ്ട് ബന്ധങ്ങളൊന്നും ഇല്ലാതെ. ഈ അമ്മമാരുടെ കുഴപ്പമാണോ മക്കളുടെ കുഴപ്പമാണോ എന്ന് നമുക്കറിയില്ലെങ്കിലും മക്കളെ ഞാൻ അതിന് കുറ്റപ്പെടുത്തും. അമ്മ ഉണ്ടാക്കുന്ന ആഹാരം നമുക്ക് കഴിക്കാൻ പറ്റണം. വേറെ കഞ്ഞി വെക്കത്തില്ലെന്ന് തീരുമാനം എടുത്താൽ മതി. അതിനകത്ത് ഒരു പെൺകുട്ടി കല്യാണം കഴിച്ച് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഇത് ഈ പുറത്തറിയുന്നത്. അവളാണ് എൻ്റെ അടുത്ത് പറയുന്നത്. അവൾ പ്രീമാരേജ് കോഴ്സിന് വന്നു കഴിഞ്ഞ് ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവൾ ആദ്യം എന്നെ വിളിച്ച് പറയുന്നത്, ആൻറ്റി എനിക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ചേച്ചി മോൾ എന്നെ എടുത്തു, അമ്മ ഉണ്ടാക്കുന്നത് ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അവളിലൂടെ ആയിരിക്കും ചിലപ്പോൾ ആ കുടുംബം, ഞാൻ പറഞ്ഞു നിന്നെ ചിലപ്പോൾ ദൈവം ഒരു മെസ്സഞ്ചറായിട്ട് കൊണ്ടുപോയതായിരിക്കും. നമുക്ക് ഓരോരുത്തരെയായിട്ട് കാണാം. ആദ്യം ഞാൻ അമ്മയെ കാണാം, പിന്നെ ഞാൻ ഓരോരുത്തരെ കാണാം. അങ്ങനെ ഓരോരുത്തരെ കണ്ടിട്ട് എല്ലാവരും കൂടെ ഒരു കോംപ്രമൈസിൽ വരാനായിട്ട് നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു. തിരിച്ചു വരുന്നതും ഉണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ ഇങ്ങനെ പല വീടുകളിൽ ഞാൻ ഒരിക്കലും പ്രസംഗിക്കാനായിട്ട് ഒരു സ്ഥലത്ത് പോയതാണ്. അവിടെ ഒരു വലിയ ജോയിൻറ്റ് ഫാമിലി, നമുക്ക് ചിന്തിക്കാം നല്ലൊരു കത്തോലിക്ക കുടുംബമാണ്. അവിടെ ഞാൻ പ്രസംഗം കഴിഞ്ഞ് രാത്രി വന്ന് കിടക്കുകയാണ് ഇവിടെ. കാരണം രാത്രി എനിക്ക് തിരിച്ചു പോരാൻ പറ്റത്തില്ലാത്ത ഒരു സ്ഥിതി ആയതുകൊണ്ട് ഞാൻ അവിടെ സ്റ്റേ ചെയ്യുക. വെളുപ്പിന് ഒരു 5 മണി ആയപ്പോഴത്തേക്ക് ഒരു കുട്ടി എൻ്റെ ഡോറിന് വന്ന് മുട്ടി. അപ്പം ഞാൻ എഴുന്നേറ്റ് പറഞ്ഞു, പ്രാർത്ഥിക്കാൻ വരാൻ പറഞ്ഞെന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ പെട്ടെന്ന് പലക്കെ തിരിച്ച് ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവരുടെ വലിയ ഹാളിൽ അവിടെ ഒരു 3-4 ആൺപിള്ളേർ അവരുടെ ഭാര്യമാർ താമസിക്കുന്നുണ്ട് ആ വീട്ടിൽ. ഇവരെല്ലാവരും മുട്ടുകുത്തി നിൽപ്പുണ്ട് അവിടെ. അവരെന്നെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ചെന്നു, ഇവർ കൊന്തയെല്ലാം ചൊല്ലി, ഒത്തിരി പ്രാർത്ഥനയുണ്ട്. ഇത് മൊത്തം ചൊല്ലി കഴിഞ്ഞ് എല്ലാവരും പരസ്പരം സ്തുതി കൊടുത്തു, ഉമ്മയെല്ലാം കൊടുത്തു. അപ്പോൾ ഇതെല്ലാം തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 6 മണി ആയിട്ടില്ല. അത്രയും സമയത്തിന് മുമ്പ് വെളുപ്പിനായത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അവിടുത്തെ അപ്പച്ചൻ എന്നോട് പറഞ്ഞിരിക്കുക, മോളോട് ഒരു കാര്യം പറയാനുണ്ട്. ഇവന്മാരെല്ലാം വലിയ പുള്ളികളാണ്, ഇലക്ട്രിസിറ്റി ബോർഡിലും ബാങ്കിലും എല്ലാം ജോലി ചെയ്യുന്നവന്മാരാണ്. ഇവന്മാർക്കൊക്കെ വീടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവന്മാർക്ക് പോകാൻ ഇഷ്ടമില്ല, അവളുമാർക്ക് ഒട്ടും ഇഷ്ടമില്ല, മരുമക്കൾക്കും പോകാൻ ഇഷ്ടമില്ല, ഞങ്ങളുടെ 2ൻ്റെ അടുത്തുനിന്ന് പോകാൻ അവർക്ക് ഇഷ്ടമില്ല. അതുകൊണ്ട് അവരിവിടെ താമസിക്കുക. പക്ഷെ ഇവർക്കൊരു കുഴപ്പമുള്ളത്, രാത്രി ഇവർ പല സമയത്താണ് വരുന്നത്. ചിലർ വരുന്നത് 6 മണിക്ക്, ചിലർ 7 മണിക്ക്, ചിലർ 10 മണിക്ക്. അപ്പോൾ എല്ലാത്തിനെയും കൂടി എനിക്ക് വൈകിട്ട് കുരിശ് വരയ്ക്ക് കിട്ടത്തില്ല. അതിനുവേണ്ടി ഞാൻ ഉണ്ടാക്കി വെച്ച ഒരു പരിപാടിയാണ്, 5 മണിക്ക് ഒരുത്തരം എഴുന്നേറ്റ് പോവുകയില്ല.
അതുകൊണ്ട് എല്ലാവരെയും കൂടെ കൂട്ടുകയാണ്. അപ്പോൾ ആ മരുമക്കൾക്ക് അമ്മയുടെ അടുത്തുനിന്ന് പോകാൻ ഇഷ്ടമില്ല. അങ്ങനെയുള്ളവരും ഉണ്ട്. വീട് പണിതിട്ടിട്ട് വേറെ മാറാതെ വർഷങ്ങളോളം കിടന്ന് അമ്മയെ സ്നേഹിക്കുന്നവരും ഉണ്ട്. നമുക്ക് രണ്ടർത്ഥത്തിൽ ഇതിനെ എടുക്കാം. ഒരുപക്ഷെ അമ്മയിലെ ആ നന്മ, അമ്മയിലെ നന്മയാണ് മക്കളെ അമ്മയിലേക്ക് ആകർഷിക്കേണ്ടത്. നല്ല അമ്മായിയമ്മയാകാനായിട്ട് സ്ത്രീകൾ ശ്രമിക്കുക. നേരത്തെ തൊട്ട് പഠിക്കുന്നത് നല്ലതാണ്. നല്ല അമ്മായിയമ്മയാകുക എന്ന് പറഞ്ഞാൽ മകനെ വിട്ടുകൊടുക്കുക എന്ന് ഞാൻ പറയും. അവൾക്കായിട്ട് വിട്ടുകൊടുക്കുക. അവരെടുത്തോട്ടെ, നമ്മൾ വളർത്തിക്കൊടുത്തു, ഏറ്റവും നന്നായിട്ട് വളർത്തിക്കൊടുത്തെങ്കിൽ അതാണ് നിങ്ങളുടെ കടമ. ഇവിടെ ഒരു കത്തൂടെ ഉണ്ട്. ഞാൻ 4 മക്കളെ വളർത്തി വലുതാക്കിയ ഒരു അമ്മയാണ്. ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. എൻ്റെ മക്കൾക്ക് എന്നോട് ഇഷ്ടമാണെന്നറിയാം, പക്ഷേ അവരുടെ ഭാര്യമാർക്ക് എന്നെ കൂടെ നിർത്താൻ താല്പര്യമില്ല. എനിക്ക് മനസ്സിന് ഒത്തിരി വിഷമമുണ്ട്. ഇത് ഞാൻ എങ്ങനെ അതിജീവിക്കും? ഒത്തിരി വീടുകളിൽ ഇങ്ങനെ അമ്മമാർ ജീവിക്കുന്നുണ്ട്. ഇപ്പം നല്ല വലിയ വീടൊക്കെ പണിതിട്ടിട്ട് മക്കൾ ഓരോ സ്ഥലത്ത് താമസിച്ച്, ഒരുപക്ഷെ മരുമക്കൾക്ക് ഇഷ്ടമില്ലാത്തത് ഈ മകൻ എപ്പോഴും അമ്മയുടെ കൂടെ പോയി ഇരിക്കുന്നതും കിടക്കുന്നതും ആയിരിക്കും. പല വീടുകളിലുള്ളൊരു കുഴപ്പമാണത്. മക്കൾ വന്ന ആ മക്കൾ വന്ന ഉടനെ നേരെ അമ്മയുടെ മുറിയിൽ പോവും. അവിടെ പോയി അമ്മയുടെ കൂടെ കിടക്കും കയറി കുറേ നേരം കെട്ടിപ്പിടിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഉറക്കം വരുമ്പോൾ ഭാര്യയുടെ കൂടെ വന്ന് കിടക്കും. അപ്പോൾ ഭാര്യയ്ക്ക് ഉറക്കം വരും. അപ്പോൾ അത് ഭാര്യമാർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇവിടെ അമ്മ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇടപെടുന്നുണ്ടാവും. അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥ വരുമെന്ന് എനിക്കറിയില്ല. അത് തനിച്ച് താമസിക്കുന്ന മക്കൾ ജോലിക്കും ബിസിനസ്സിനും ഒക്കെ ആയിട്ട് പുറത്തായിരിക്കും. വിളിച്ച ചെല്ലത്തില്ലായിരിക്കും ചിലപ്പോൾ. ഇനി വിളിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പോഴത്തെ ഒരു കുഴപ്പമില്ല. ഞാൻ എൻ്റെ കട്ടിലേ കിടക്കത്തുള്ളൂ, ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കത്തുള്ളൂ. തീർച്ചയായിട്ടും ഉണ്ട്. അമ്മമാർക്കും അപ്പന്മാർക്കും ഒക്കെ ഉണ്ടാവും വാശി. ഞാൻ പോകത്തില്ല, അവൻ്റെ കൂട്ടത്തിൽ ഞാൻ പോകത്തില്ല, അല്ലെ അവിടെ കൂട്ടത്തിൽ ഞാൻ പോകത്തില്ല. എനിക്ക് അവിടെ കീഴെ പോകണ്ടേ. ഇത് എൻ്റെ കെട്ടിന് എനിക്കായിട്ട് ഉണ്ടാക്കിയിട്ട വീട്, എൻ്റെ മുറി, ഞാൻ ഇവിടെ താമസിക്കത്തുള്ളൂ. പക്ഷെ പിള്ളേർക്ക് ജീവിക്കണ്ടേ, അവർക്ക് ജോലി വേണ്ടേ. അപ്പം അവർക്ക് വേണ്ടി അമ്മമാർ ഇച്ചിരി അഡ്ജസ്റ്റ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അവർ പോയി താമസിക്കട്ടെ. അവർക്ക് സന്തോഷം അതാണെങ്കിൽ. കുട്ടികളുടെ വിദ്യാഭ്യാസം, അവർക്ക് ടൗണിൽ താമസിക്കണം, അല്ലെ ബിസിനസ്, അവർക്ക് ടൗണിൽ താമസിക്കണം. നമ്മൾ ഈ നാട്ടിൻ പുറത്തു നിന്ന് രാവിലെ എഴുന്നിട്ട് അവർ പോകുന്നതിൽ ഇഷ്ടം അവർക്ക് അതാണെങ്കിൽ അവർ പോട്ടെ. പക്ഷേ നമുക്ക് ഇപ്പോൾ ഫോണുണ്ട്, ഇപ്പം നമുക്ക് എന്നും സംസാരിക്കാം. അതിനൊന്നും വലിയ മക്കളാണെങ്കിലും ദിവസവും ഒരു 2 മിനിറ്റെങ്കിലും അമ്മയെ അല്ലെങ്കിൽ അപ്പനെ വിളിച്ച് സംസാരിക്കാനായിട്ട് സമയം കണ്ടെത്തണം. മാതാപിതാക്കൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയൊരു സമ്മാനം എന്ന് പറയുന്നത് അതാണ്. എന്നെ കാണാനായിട്ട് എപ്പോഴും വരുന്ന ഒരു അമ്മച്ചിയുണ്ട്. അത് എൻ്റെ ക്ലിനിക്കിൽ സ്ഥിരം വരുന്ന കുറച്ച് അമ്മച്ചിമാരും അപ്പച്ചന്മാരും ഉണ്ട്. അതിലൊരമ്മച്ചിയുടെ മക്കളൊന്നും ഇവിടെ ഇല്ല. അമ്മച്ചിയുടെ ഒരു സെർവൻറ്റ് കാണും, ഒരു ബാഗൊക്കെ പിടിച്ചാണ് വരുന്നത്. ഈ അമ്മച്ചി വരുന്നതിന് അതിനെന്ന് ചോദിച്ചാൽ എൻ്റെ അടുത്ത് കുറച്ച് നേരം വർത്താനം പറഞ്ഞു ചിരിച്ചിട്ട് പോകാനാണ്. നിൻ്റെ അടുത്ത് വരുമ്പോൾ റിലാക്സ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ ചോദിച്ചു, അമ്മച്ചി മക്കളുടെ എഴുത്തൊക്കെ വരുന്നുണ്ടോ? അപ്പോൾ എന്നോട് ചോദിച്ചു, നീ എവിടുത്തുകാരിയാന്ന് ചോദിച്ചു. അതെന്നെ അമ്മച്ചി, എടി ഇപ്പം എല്ലാം ഇമെയിൽ അല്ലേ ഓടി എന്ന് പറഞ്ഞു. അപ്പം അമ്മച്ചിക്ക് വരുന്നുണ്ടോ ഇമെയിൽ? അമ്മച്ചിക്ക് നോക്കാൻ. അണ്ണ എന്നെ പറഞ്ഞു, എടി ഇപ്പം അതൊന്നുമില്ല, പണ്ടുണ്ടായിരുന്നു. പണ്ട് എൻ്റെ മക്കൾ നീണ്ട ലേഖനം അയക്കും. അപ്പം ഞാനത് 100 ആവർത്തി വായിക്കും. നെഞ്ചോട് ചേർത്ത് വെച്ച് ഞാനൊന്ന് മയങ്ങും. അവന്മാരെ പിടിച്ച് കിടക്കുന്ന ഒരു സുഖം അത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഉണ്ടല്ലോ ലോങ് ബെല്ല് വരുമ്പോഴേ എനിക്കറിയാം ഇന്നവൻ്റെ ആണ്. അവൻ പറയുന്നതിനെന്നറിയാം, അമ്മ ISD പൈസ വെക്കൊണ്ടിരിക്കുക, അമ്മയ്ക്ക് നേരെ വല്ലതും പറയാനുണ്ടെ വേഗം പറയണം, അമ്മ ഓർത്ത് വെക്കണം, അമ്മയ്ക്ക് അറിയരുതോ. അപ്പം ഇപ്പം ഞാൻ പറയാം, എടാ എനിക്കിവിടെ കുഴപ്പമൊന്നുമില്ല, നിനക്ക് സുഖമല്ലേ, വെച്ചേക്കട്ടെടാ. 2 വാക്കിൽ ഞങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഒതുക്കുന്നു. അവിടെ ഒരു കുഴപ്പമുണ്ടോ? കാരണം പൈസ കളയാൻ പറ്റുന്നില്ല. അതും മാറിയിട്ടുണ്ട്. ന്യൂ ജനറേഷൻ വന്നപ്പോഴത്തേക്ക് മുഴുവൻ ഫ്രീ കോൾസ് അല്ലേ, ഫ്രീ വീഡിയോ കോൾസ്. വൈബറും വാട്സാപ്പും എല്ലാം ഫ്രീ വീഡിയോ കോൾസ് ആണ്. അപ്പോഴെങ്കിലും അവർക്ക് കുറെ സമയം സ്പെൻഡ് ചെയ്യാമല്ലോ. തീർച്ചയായിട്ടും മാതാപിതാക്കൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ. അത് ഞാൻ പിന്നെ അത് ഭാര്യയും ഭർത്താവും തമ്മിലാണെങ്കിലും മാതാപിതാക്കളും മക്കളും തമ്മിലാണെങ്കിലും നമുക്ക് സമയം ഉണ്ടാക്കിയാൽ നമുക്ക് ഇതിനെല്ലാം നേരമുണ്ട്. അതെ, ഞാനിപ്പോൾ ദൂരെ ഇരിക്കുന്ന ഭാര്യയും ഭർത്താവും ഇപ്പോൾ പ്രശ്നമായിട്ട് വരുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഒരു കാര്യം ചെയ്യ്, വൈകിട്ട് കിടക്കാൻ നേരം അതിൻ്റെ പൈസ അങ്ങ് പൊക്കോട്ടെ. ഒരാൾ സ്വർഗസ്ഥനായ പിതാവേ ചൊല്ല്, മറ്റേ ആൾ അതിൻ്റെ ബാക്കി ചൊല്ല്. ഒരാൾ നന്മ പറഞ്ഞറിയും ചൊല്ല്, മറ്റേ ആൾ അതിൻ്റെ ബാക്കി ചൊല്ല്. 2 പേരോട് ഒരു സ്വർഗസ്ഥനായ പിതാവേ നന്മ പറഞ്ഞറിയും ചൊല്ലിട്ട് നിങ്ങൾ കിടന്നു. ഒരുമിച്ച് പ്രാർത്ഥിച്ചു. നിങ്ങൾ എത്ര അകലങ്ങളിലാണെങ്കിലും, എത്ര മൈൽ, അത് മാതാപിതാക്കളുമായിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്ന ബന്ധമാണ്. ഒരു പ്രശ്നം രൂക്ഷമായിട്ട് ഞാൻ കാണുന്നത്, ഈ അമ്മായിയമ്മ വിധവയാണെങ്കിൽ കുറച്ചും കൂടെ പ്രശ്നങ്ങൾ രൂക്ഷമാകാറുണ്ട്. തീർച്ചയായിട്ടും അവർക്ക് സ്നേഹിക്കാൻ ആരുമില്ല. നല്ല പ്രായത്തിൽ വിധവയാകുമ്പോഴത്തേക്ക് അവർക്ക് സ്നേഹമില്ല, അവർക്ക് ശാരീരികവും മാനസികവുമായി യാതൊരു സംതൃപ്തിയില്ല. അവർക്ക് ഒത്തിരി വേദനകളും പിരിമുറുക്കങ്ങളും ഉണ്ട്. അപ്പോൾ ആ പിരിമുറുക്കങ്ങളായിരിക്കും അവരുടെ പ്രശ്നമായിട്ട് പുറത്തു വരുന്നത്. അപ്പം അത് ഒരു മകൾക്ക് മനസ്സിലാവില്ലേ? ഒരു മരുമകൾ, അവളും പെണ്ണല്ലേ, അവൾക്ക് മനസ്സിലാവത്തില്ലേ വേറൊരു സ്ത്രീയുടെ വികാരം? അവർക്ക് ഇത്തിരി സ്നേഹം മതിയായിരിക്കും. ചിലപ്പോൾ ഈ മരുമകൾ ചെന്ന് കെട്ടിപ്പിടിച്ച് കുറച്ച് നേരം അമ്മയുടെ കൂടെ നിന്ന് കിടന്നാൽ മതി. ഈ മകൻ കെട്ടിപ്പിടിക്കുന്നതിന് ഇപ്പുറത്തെ വല്ലോട്ട് കയറി കിടക്കണം, എന്താ കുഴപ്പം? ഞാൻ പറയുന്നത് അതിനകത്ത് എന്താ ഇത്ര ബുദ്ധിമുട്ട്? അപ്പുറത്ത് മകനും ഇപ്പുറത്ത് മകളും കൂടെ കുറച്ച് നേരം കിടന്നു, അമ്മയ്ക്കൊന്ന് കെട്ടിപ്പിടുത്തമൊക്കെ കൊടുത്തു, 2 ഉമ്മയൊക്കെ കൊടുത്തു.
ഇനി ഞങ്ങൾ എഴുന്നേറ്റ് പൊക്കോട്ടെ അമ്മയെന്ന് ചോദിച്ചാൽ അമ്മയ്ക്ക് ആശ്വാസമായില്ലേ. അങ്ങനെ സ്നേഹം കൊടുക്കാനായിട്ട് മക്കൾ ശ്രമിക്കുക, അമ്മമാർ ശ്രമിക്കുക കേട്ടോ. അമ്മമാർ ഈ കുശുമ്പും കുഞ്ഞാഴ്മയും ചിലപ്പോൾ വസ്തു പോലും കൊടുക്കത്തില്ല, വീതം പോലും കൊടുക്കത്തില്ല. പിന്നെ വേറൊരു കുഴപ്പമുണ്ട്, ഈ മരുമക്കൾ കല്യാണം കഴിച്ച് മകൻ്റെ ഭാര്യ വന്നു കഴിയുമ്പോൾ അവരുടെ ഗോൾഡും പൈസയും എല്ലാം വാങ്ങിച്ച് സ്വന്തം ലോക്കറിൽ വെച്ചിട്ട് സ്വന്തം അക്കൗണ്ടിലേക്ക് ആക്കിയിട്ട് നടക്കുന്ന അമ്മായിമ്മമാരും ഉണ്ട്. ഞാനാ ഇവിടുത്തെ ആള്, ഞാൻ പറയുന്നത് നടക്കത്തുള്ളൂ. അത് മരുമക്കൾ എങ്ങനെ സ്നേഹിക്കും? ഈ സീരിയലുകളിൽ നമ്മൾ പ്രധാനമായിട്ടും കാണുന്നത് ഈ അമ്മായിയമ്മ മരുമകൾ തമ്മിലുള്ള പോരാണ്. ഇതിന്റെ എഫക്റ്റ് എന്തുമാത്രം കുടുംബത്തിലുണ്ടാവുന്നുണ്ട്? തീർച്ചയായിട്ടും അത് നല്ലൊരു ഇഫക്റ്റ്. കാരണം നമ്മുടെ സ്ത്രീകൾ അമ്മായിമ്മയായാലും മരുമകളായാലും സന്ധ്യയ്ക്ക് ഒരു 6-7 മണി മുതൽ ഇരിക്കുകയാണ് ഇതിന്റെ മുന്നിൽ, ഇരുന്നിട്ട് 10 മണി വരെ നീണ്ടു പോവുകയാണ്. അപ്പൊ ഈ സീരിയലുകൾ ഇവരെ ഒത്തിരിയേറെ സ്വാധീനിക്കും, നമ്മളെല്ലാവരെയും സ്വാധീനിക്കും അങ്ങനെ. അപ്പൊ അതിനകത്തെ കഥാപാത്രങ്ങൾ നമ്മൾ അതുമായിട്ട് താതാത്മ്യപ്പെടും. അപ്പൊ ഇതിനകത്ത് പറയുന്ന ചില പ്രശ്നങ്ങൾ ഇതെന്റെ പ്രശ്നമാണ്, അപ്പോൾ ഇതാണ് ഇതിന്റെ പരിഹാര മാർഗം, ഇതിനെ ഇങ്ങനെ വേണം ഹാൻഡിൽ ചെയ്യാൻ. അവർ പഠിക്കുന്ന അങ്ങനെ, വേറൊരു നല്ല സെമിനാറുകളോ ക്ലാസ്സുകളോ ഇനി ഈവൻ ഒരു ധ്യാനമൊന്നും അവർ പങ്കെടുക്കുന്നില്ലല്ലോ, അവരിങ്ങനെ ഇരിക്കുകയാണ് ഫുൾ ടൈം. തീർച്ചയായിട്ടും അതൊരു നെഗറ്റീവായിട്ടുള്ള മെസ്സേജാണ് കൊടുക്കുന്നതെങ്കിൽ അത് ഇവർക്ക് പ്രശ്നം ഉണ്ടാക്കും. പക്ഷെ നല്ല മെസ്സേജ് കൊടുക്കുകയാണെങ്കിൽ സ്ത്രീകളെ എപ്പോഴും കരയുന്ന സ്ത്രീയായിട്ടും കുശുമ്പുണ്ടാക്കുന്ന സ്ത്രീയായിട്ടും ഭദ്രകാളിയായിട്ടും ഒന്ന് ചിത്രീകരിക്കാതെ സ്നേഹത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും ആ കുടുംബം നന്നായിട്ട് കൊണ്ടുവന്നതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് ചിത്രീകരിക്കുകയാണെങ്കിൽ ചിലപ്പം നമ്മളിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ, അല്ല ഇത് പാടില്ല, ഞാൻ ഇങ്ങനെ ആവണം, എനിക്ക് കുറച്ച് മാറ്റങ്ങൾ വരണം, എനിക്ക് മാറാൻ കഴിയും, അങ്ങനെ സ്ത്രീക്ക് ചിലപ്പോൾ ചിന്തിക്കാൻ പറ്റുമായിരിക്കും. സീരിയലുകൾ അതുകൊണ്ട് അങ്ങനെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി കൊടുക്കുന്ന ഒന്നാണെങ്കിൽ അത് നല്ല അനുഭവങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും ചുരുക്കത്തിൽ ഞാൻ പറയുന്ന ഒരു കാര്യം ഇതാണ്, ഈ അമ്മായിമ്മ മരുമകൾ ഒരു കുഴപ്പക്കാരാണെന്നുള്ള ഒരു കൺസെപ്റ്റ് രണ്ടു കൂട്ടരും മാറ്റേണ്ടിയിരിക്കുന്നു. മക്കളെ സ്നേഹിക്കുന്ന അമ്മയും അത് സ്വന്തം മകളെ, നമ്മൾ നവോമിയുടെ ബൈബിളിൽ നമ്മൾ കാണുന്ന റൂത്തിന്റെ ഒരു ഉദാഹരണമാണ്. നവോമിക്ക് 2 ആൺമക്കളാണ്. 2 ആൺമക്കളുടെയും മരണശേഷം മരുമക്കൾ അമ്മയുടെ കൂടെ നിൽക്കുകയാണ്. അപ്പോൾ ഇവർ ചെറുപ്പക്കാരാണ്, നവോമിയും ചെറുപ്പക്കാരിയാണ്. അപ്പോൾ നവോമി പറയുന്നുണ്ട് 2 പേരോടും, നിങ്ങൾ നിങ്ങളുടെ വീടുകളിലേക്ക് തിരിച്ചു പോകും, മാതാപിതാക്കളുടെ അടുത്തേക്ക് പോകും. പക്ഷെ അതിലൊരാൾ തിരിച്ചു പോകുന്നുണ്ട്, റൂത്ത് പോകുന്നില്ല. റൂത്ത് പറയുന്ന ഒരു കാര്യമുണ്ട് അമ്മായിയമ്മയോട്, എൻ്റെ അമ്മ എവിടെയാണോ താമസിക്കുന്നത് അവിടം എൻ്റെ വീടാണ്, എൻ്റെ അമ്മ എന്താണോ ചെയ്യുന്നത് അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്, അമ്മയെ വിട്ടിട്ട് ഞാൻ പോവില്ല. ഈ റൂത്തിന് അതൊരു ഭയങ്കര സപ്പോർട്ടാണ്, കാരണം അവർ ഏകയായിട്ട് അല്ലെങ്കിൽ വരണം. ഈ നവോമിക്ക് ഒരു സപ്പോർട്ട് റൂത്ത് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് ഈ റൂത്തിനെയും കൊണ്ട് സ്വന്തം നാട്ടിലേക്ക് പോകുന്ന നവോമി അവിടെ ചെന്ന് അവൾക്കായിട്ട് ഒബാദ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കണ്ടുപിടിക്കുകയാണ്, കല്യാണം കഴിപ്പിച്ചു കൊടുക്കുകയാണ് മരുമകളെ. ഇത് ശരിക്കും ഒരു അമ്മായിമ്മ മരുമകളുടെ നല്ലൊരു ബന്ധം, നല്ലൊരു അമ്മായിമ്മ മരുമകൾക്ക് വേണ്ടി ഭർത്താവ് ചെറുപ്പത്തിൽ നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ സുരക്ഷിതമായ ഒരു കരങ്ങളിൽ ഏൽപ്പിക്കുന്ന നല്ലൊരമ്മ. ഇത് ബൈബിളിൽ നമ്മൾ കാണുന്ന ഏറ്റവും നല്ല അമ്മായിമ്മയും മരുമകളുമാണ്. അപ്പം അത് നമുക്ക് നല്ല അമ്മായിമ്മയും മരുമകളും ആകാൻ പറ്റും, അതുതന്നെയാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് നമ്മുടെ അമ്മമാരെല്ലാം നല്ല അമ്മമാരാകട്ടെ, അവരമ്മായിമ്മമാരാകണ്ട, മരുമക്കളെല്ലാം നല്ല മക്കളാകട്ടെ എന്ന് നമുക്ക് ആശിക്കാം, പ്രാർത്ഥിക്കാം. അമ്മയുടെ സ്ഥാനം അമ്മയ്ക്കും ഭാര്യയുടെ സ്ഥാനം ഭാര്യയ്ക്കും നൽകിയാൽ അമ്മായിയമ്മ മരുമകൾ ബന്ധം കൂടുതൽ ദൃഢതരമാകും, നല്ലൊരു കുടുംബജീവിതവും സാധ്യമാകും. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവയും എഴുതി അറിയിക്കാൻ മറക്കരുത്. ഞങ്ങളുടെ വിലാസം: ദ പ്രൊഡ്യൂസർ, യൂത്ത് ഗൈഡ്, ഷാലോം TV, പെരുവണ്ണാമൂഴി PO, കാലിക്കറ്റ്. മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണും വരേക്കും നന്ദി.